ഈ ഈ ചർച്ച വിശ്വാസത്തോടൊപ്പം വികസനം എന്ന പേരിലാണ്. ഇത് കഴിഞ്ഞ ദിവസം നടന്ന സർക്കാർ സ്പോൺസേഡ് വികസന സെമിനാറിൻ്റെ ആയുമായിട്ട് ബന്ധപ്പെട്ട കച്ചവട സെമിനാറുമായി ബന്ധപ്പെട്ട് ഉള്ള സംഗമം. ആ സംഗമം തണുത്തുപോയി, തണുപ്പ് കൊണ്ട് തണുത്തുറഞ്ഞു പോയ ആ സംഗമത്തിനെ ന്യായീകരിക്കാനായിട്ട് സർക്കാർ പ്രതിനിധിയായിട്ട് വന്ന സഖാവ് ജയശങ്കറിന് അറിയാം, സഖാവിനറിയാം ഇപ്പോൾ രാത്രിയാണെന്ന്, സഖാവിൻ്റെ സഖാക്കന്മാർക്കും അറിയാം. പക്ഷേ അത് ആ പാർട്ടി ഓഫീസിൽ നിന്ന് പറഞ്ഞാലേ ഇവർക്ക് വിശ്വാസം വരത്തുള്ളൂ, ഇവരെ സമ്മതിക്കുകയും ചെയ്യൂ. അതുവരെ ഇവർ പകലാണെന്ന് തർക്കിക്കുന്നവരാണ്. കാരണം അതാണ് അവരുടെ രീതി. കാരണം ഈ കഴിഞ്ഞ ദിവസം നടന്ന ആഗോള നിക്ഷേപക സംഗമം, ആ നിക്ഷേപക സംഗമത്തിൽ വന്ന ആളുകൾ ആരൊക്കെയാണെന്ന് ഞാൻ നേരിട്ട് പോയി അവിടെ കണ്ടതാണ്. അവിടെ വന്നത് സർക്കാർ ഉദ്യോഗസ്ഥരാണ്, ഇവിടുത്തെ ജനപ്രതിനിധികളാണ്, ബ്ലോക്ക് ഡിവിഷൻ്റെ ചെയർമാനാണ്, അതല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരാണ്. റാന്നിയിൽ നിന്ന് 2 ബസ്സിൽ സഖാക്കന്മാരായ വോളണ്ടിയർമാരാണ്, ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിയുടെ ലേബേഴ്സാണ്. അവിടെ കറുത്ത വസ്ത്രമിട്ട്, കറുത്ത ടീഷർട്ട് ഇട്ട് ഇതിൻ്റെ ലോഗോയും പതിച്ച് നിന്നത് ഊരാളുങ്കൽ സർവീസ് സൊസൈറ്റിയുടെ ലേബേഴ്സാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെയും മലബാർ ദേവസ്വം ബോർഡിൻ്റെയും ജീവനക്കാരെ അവിടുന്ന് നിർബന്ധപൂർവ്വം സർക്കുലർ കൊടുത്ത് പാർട്ടിയുടെ യൂണിയൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാണ്. അങ്ങനെ വന്നവർ അവിടെ വന്ന് കാഴ്ച കണ്ട് 2 ടിൻ അരവണയും 1 ടിൻ അപ്പവും സഞ്ചിയിലാക്കി ഡയറിയും കൊടുത്തപ്പോൾ അവരവരുടെ പാട്ടിന് പോയി, അവരുടെ ജോലിയും കഴിഞ്ഞു. നിങ്ങൾ നടത്തിയ സംഗമത്തിന് ആകെ വന്നത് 650 പേരാണ്. ആ 650 പേര് ആരൊക്കെയാണെന്ന് ഞാൻ പറയാം. 650 പേരിൽ വന്ന വിവിധ കമ്പനികളുടെ ആൾക്കാരുണ്ട്. അവിടെ അശോക് ലൈലാൻഡിൻ്റെ 50 പേരോളം വന്നു. അശോക് ലൈലാൻഡിനെ പ്രതിനിധീകരിച്ച് വന്ന 50 പേര് രജിസ്റ്റർ ചെയ്ത കമ്പനിയുടെ ആൾക്കാരാണ്. അതേപോലെ തന്നെ കാനറ ബാങ്കിൻ്റേത്, ധനലക്ഷ്മി ബാങ്കിൻ്റെ പ്രതിനിധികൾ വന്നു. 50ഉം 100ഉം ആൾക്കാർ ആ ബാങ്കിനെ പ്രതിനിധീകരിച്ച് വന്നു. ഇതല്ലാതെ ഭക്തർ വന്നത് എത്ര പേരാണ്? ഈ ഭക്തർ വന്നത് എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഒക്കെ വന്നവർ, അതേപോലെ ചില സംഘടനകളുടെ ആൾക്കാർ, സമുദായ സംഘടനകളുടെ ആൾക്കാരെ രാഷ്ട്രീയ പ്രേരിതമായിട്ട് അല്ലെങ്കിൽ ഈ ഭരണം കൊണ്ട് അവരെ സമ്മർദ്ദതന്ത്രത്തിലാക്കി ചില അധികാരത്തിൻ്റെ അപ്പക്കഷ്ണങ്ങൾ എറിഞ്ഞു കൊടുത്തുകൊണ്ട് കൊണ്ടുവരാമെന്ന് വിചാരിച്ച് 7.5 കോടി രൂപ മുടക്കി ഈ സംഗമം നടത്തിയവർ ഇതിൻ്റെ 10-1 തുക മുടക്കി മുന്നൊരുക്കങ്ങൾ നടത്തി ഒരു തീർത്ഥാടന കാലം നടത്തിയിരുന്നെങ്കിൽ ഇതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് ഈ ഓരോ തീർത്ഥാടന കാലവും കൊണ്ടുപോകാമായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം വിവിധ ക്ഷേത്രങ്ങളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർക്ക് ചാർജുണ്ട്. ചെങ്ങന്നൂർ വന്ന് ഇറങ്ങുന്ന ഭക്തരെ സ്വീകരിക്കണം, ആരെയാ? പ്രതിനിധികളെ സ്വീകരിക്കണം, അവർക്ക് വാഹനം ഏർപ്പാട് ചെയ്യണം, അവിടെ കൊണ്ടുവന്ന് താമസിക്കാനുള്ള മുറി കൊടുക്കണം, ചൂടുവെള്ളം ഉണ്ടോ എന്ന് നോക്കണം. ഇതൊക്കെ ജോലി ഏൽപ്പിച്ചിരിക്കുന്നത് ആരെയാ? ഓരോ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരെയാ. ഇതിലെ ഒന്നും വേണ്ട, വണ്ടി എപ്പോഴുണ്ട് എന്നുള്ള സമയം പറഞ്ഞു കൊടുക്കാൻ, റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്ന ഭക്തർക്ക് വണ്ടിയുടെ സൗകര്യം ചെയ്തു കൊടുക്കാനായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡോ ഇവിടുത്തെ വിവിധ വകുപ്പുകളോ തയ്യാറായിരുന്നെങ്കിൽ ഭക്തരെ അവരുടെ ഇരുമുടിക്കെട്ട് വഴിയിൽ കൊണ്ട് വെച്ചിട്ട് തിരിച്ചു പോകേണ്ട അവസ്ഥ വരില്ല. പിന്നെ ഒരു കാര്യം കൂടി സഖാവ് ഇവിടെ പറഞ്ഞു, ശബരിമല മതേതര കേന്ദ്രമാണ്. ശബരിമല മതേതര കേന്ദ്രമല്ല, ശബരിമല മതാതീത ആത്മീയതയുടെ കേന്ദ്രമല്ല, ശബരിമല മതനിരപേക്ഷതയുടെ ഇടവുമല്ല. ശബരിമല സർവധർമ്മ സമഭാവനയുടെ അയ്യപ്പ ക്ഷേത്രമാണ്, അതൊരു ഹിന്ദു ക്ഷേത്രമാണ്. അവിടെ ഹൈന്ദവ ആരാധനയല്ലാതെ വേറൊരു ആരാധനയും നടക്കുന്നില്ല. ശബരിമലയിലെ എന്താണ് മതേതര ആരാധന നടക്കുന്നത്? ശബരിമലയിൽ മതാതീതാത്മീയമായ എന്താണ് നടക്കുന്നത്? ശബരിമലയിൽ മതാധിഷ്ഠിതമായ ഹിന്ദു സനാതന ധർമ്മത്തിലെ മതാധിഷ്ഠിതമായ ആരാധനക്രമങ്ങൾ മാത്രമേ നടക്കുന്നുള്ളൂ. ശബരിമല മതനിരപേക്ഷതയല്ല. പബ്ലിക് ലൈബ്രറിയെ നിങ്ങൾക്ക് പറയാം മതനിരപേക്ഷമാണ്, മതാതീതമാണ് എന്നൊക്കെ പറയാം. ശബരിമലയല്ല, എല്ലാ ഹിന്ദു ക്ഷേത്രങ്ങളും എല്ലാ ആരാധനാലയങ്ങളും മതാധിഷ്ഠിതം തന്നെയാണ്. ഈ വാക്കിനെ തെറ്റായി ഉപയോഗിച്ച് അതെങ്കിലും നിർത്താൻ തയ്യാറാകണം. പിന്നെ ഇത്തരത്തിൽ വഴിതിരിച്ചു വിടുന്ന ചർച്ചകൾ, ശബരിമലയിൽ നടന്നത് കച്ചവട സംഗമമാണ്. ഈ കച്ചവടം ആര് തമ്മിലുള്ളതാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും അതിൻ്റെ മന്ത്രിമാരും. ഇപ്പോൾ കിട്ടാൻ പോകുന്ന ശബരിമലയിൽ ഇപ്പോൾ കിട്ടുന്ന വരുമാനം എത്രയാ? 350 കോടി രൂപ 400 കോടി രൂപ ഡയറക്റ്റ് വരുമാനം കിട്ടുന്നുണ്ട്. ഈ കേരളത്തിലുള്ള 20,000 ക്ഷേത്രങ്ങളിൽ ഈ മണ്ഡലകാലത്ത് വരുമാനം വരുന്നുണ്ട്. മാത്രമല്ല GST വരുമാനം വരുന്നുണ്ട്. അയ്യപ്പന്മാർ വരുന്ന വാഹനങ്ങളുടെ പെട്രോൾ മുതൽ ഇരുമുടി സഞ്ചി വരെയുള്ള 20,000 കോടി രൂപയുടെ ടാക്സ് ഒരു വർഷം കിട്ടുന്നുണ്ട്. പിന്നെയും അയ്യപ്പന്മാരെ, ഇവിടെ ശബരിമല തീർത്ഥാടകരെ, നിക്ഷേപകരെ കൊണ്ടുവന്ന് എന്ത് പിരിവാണ് നടത്തുന്നത്? ശബരിമല കൊണ്ടാണ് കേരളം തന്നെ മുന്നോട്ട് പോകുന്നത്. എനിക്ക് പ്രധാനപ്പെട്ട 2 കാര്യമാണ്. അദ്ദേഹം ആഗോള അയ്യപ്പ സംഗമം വിജയിച്ചു എന്ന് ഞാൻ പറഞ്ഞത്
ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ റെക്കോർഡ് വീഡിയോ ഉണ്ടാവും, അതൊന്ന് കണ്ടു നോക്കണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. അദ്ദേഹം ശ്രദ്ധിച്ചില്ല എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ വിഷയം, കേസുകളുടെ കാര്യം പറഞ്ഞു. ശബരിമല നാമജപം നടത്തിയവരെയും നിരപരാധികളായിട്ടുള്ളവരും അതല്ലെങ്കിൽ അതിലൊരു കാരണവശാലും ഒന്നിലും പങ്കെടുത്തവരുടെ പേരിൽ കേസുണ്ട്. എൻ്റെ പേരിൽ 1000-ഓളം കേസുണ്ട്. അങ്ങനെ ഹൈക്കോടതിയിലേക്ക് വന്ന കേസുകൾ ഇതുവരെ വന്നതെല്ലാം ക്വാഷ് ചെയ്യപ്പെട്ടു. കാരണം യാതൊരു തെളിവുമില്ല, സാക്ഷിയില്ല. ഞാൻ ഈ കേരളത്തിൽ ഒരു കുറ്റകൃത്യം ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സീരിയസ് ആയിട്ടുള്ള ക്രിമിനൽ ഒഫൻസിൽ പെട്ടവരുടെ കേസാണ് നിലനിൽക്കുന്നതാണ്. പൊതുമുതൽ നശിപ്പിക്കുകയോ ക്രിമിനൽ കേസിൽ പെടുകയോ ഇന്നേ ദിവസം വരെ എൻ്റെ ചരിത്രത്തിൽ കേരളത്തിൽ ഒരു പോലീസ് സ്റ്റേഷനും ഇല്ല. പക്ഷേ എൻ്റെ പേരിൽ 1000-ഓളം കേസുണ്ട്. അതുപോലാണ് നിരപരാധികളും ഭക്തജനങ്ങളുടെ പേര്. അതുകൊണ്ട് അത് കളവാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നിലപാടായിരിക്കാം. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ഈ ശബരിമല വിഷയത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നിലപാട് മാറ്റം ശരിക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ സത്യം തുറന്നു പറഞ്ഞ് ഈ അയ്യപ്പ ഭക്തന്മാരെ ഇതുവരെ ഈ പറഞ്ഞ ശബരിമല പ്രക്ഷോഭത്തിൻ്റെ സമയത്തും സംരക്ഷണ സംഗമമാണ്. ശബരിമല സംരക്ഷിക്കാനായിട്ടുള്ള ഇവിടെ ഭക്തജനങ്ങൾ ബാധ്യപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം പിന്നീടുണ്ടായ സംഭവങ്ങൾ. ഈ പരിപാടി നടത്താൻ തന്നെ കോടതി പറഞ്ഞപ്പോൾ അനുവാദം കൊടുത്തു. 9 കണ്ടീഷൻസാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 9 പേര് ഇപ്പോൾ ലംഘിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കേസ് തുടരും. ഞാനും കേസ് കൊടുത്താണ്, അത് തുടരും. രണ്ടാമത് ഈ പറഞ്ഞ വിഷയങ്ങളിൽ ഇനിയും അവർ ഇതുപോലെ ശബരിമലയിലോ അല്ലെങ്കിൽ മറ്റേത് ക്ഷേത്രത്തിൻ്റെ വിഷയത്തിൽ ഇടപെടുകയാണെങ്കിൽ അതിന് പൂർണ്ണമായൊരു പരിഹാരം കാണുന്ന തരത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ കൊണ്ടുപോകും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇവർക്കോ കീഴ്പ്പെടാനായിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹം തയ്യാറല്ല, പ്രത്യേകിച്ച് അയ്യപ്പ ഭക്തർ തയ്യാറല്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക.